ബിയർ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഡ്രിങ്ക് ആണെന്ന് വിചാരിച്ചാണ് നമ്മളിൽ പലരും ഈ ബിയർ കഴിക്കുന്നത്. ബിയർ ലൈറ്റ് ഡ്രിങ്ക് അല്ല എന്ന് നമ്മൾ 2 വീഡിയോസ് മുമ്പുള്ള വീഡിയോസിൽ നമ്മൾ തെളിയിച്ചതാണ്. ബിയറിൻ്റെയും ഹാർഡ് ലിക്കേഴ്സിൻ്റെയും ആ ഒരു കമ്പാരിസൺ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അതൊന്നുമല്ല നമ്മുടെ വിഷയം. ബിയർ ഒരു പ്രോബയോട്ടിക് ഡ്രിങ്ക് ആണോ? പലരും ചിന്തിക്കുന്നുണ്ടാവും, ബിയർ ഫെർമെന്റഡ് ആണ്, ഇതൊരു പ്രോബയോട്ടിക് ആണ്, അതിൽ നല്ല ബാക്ടീരിയാസ് ഉണ്ട് എന്നും വിചാരിച്ച് കഴിക്കുന്നവരും ഉണ്ട്. പക്ഷേ ഇതൊരു പ്രോബയോട്ടിക് ഡ്രിങ്ക് അല്ല. അപ്പോൾ എന്താണ് ഈ പ്രോബയോട്ടിക് ഡ്രിങ്ക്? കഫിയർ, പ്ലെയിൻ യോഗേർട്സ്, ഇതൊക്കെയാണ് ഈ പ്രോബയോട്ടിക് ഡ്രിങ്കിന്റെ എക്സാമ്പിൾസ്. അപ്പോൾ ഈ പ്രോബയോട്ടിക് ഡ്രിങ്ക്സ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ അകത്തുള്ള ഗുഡ് ബാക്ടീരിയാസിനെ എൻഹാൻസ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഡൈജഷനും ബാക്കിയുള്ള എല്ലാ ഇന്റേണൽ പരിപാടികളെല്ലാം സ്മൂത്ത് ആവുന്നു. അപ്പോൾ അതാണ് ഈ പ്രോബയോട്ടിക് ഡ്രിങ്കിന്റെ പ്രത്യേകത. പക്ഷേ ബിയർ ഒരു പ്രോബയോട്ടിക് ഡ്രിങ്ക് അല്ല എന്ന് പറയുന്നതിന്റെ കാരണം അതിൽ ഉപയോഗിക്കുന്ന അതിൻ്റെ റോ മെറ്റീരിയൽസ്, പിന്നെ ഈ ഈസ്റ്റ് അതിലുള്ള ഷുഗറിനെ ഭക്ഷിച്ചിട്ടാണ് എത്തനോൾ ഉണ്ടാക്കുന്നത്, അതായത് ആൽക്കഹോളാക്കി മാറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൽക്കഹോൾ കണ്ടന്റ് ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് വരെ ഈ ബാക്ടീരിയാസിന് അതിനകത്ത് ജീവിക്കാൻ പറ്റും. പക്ഷേ ആ ഒരു ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബാക്ടീരിയാസ്, നല്ല ബാക്ടീരിയാസിന് ഈ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള ഈ ഒരു ലിക്വിഡിൽ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇതൊരു പ്രോബയോട്ടിക് ഡ്രിങ്ക് അല്ല എന്ന് പറയുന്നത്. അപ്പൊ ബിയേഴ്സ് ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് പറഞ്ഞ് കഴിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ചാഫർന.